ദൈവത്തിന് സ്തുതി. ആദരണീയരായ വൈദികരെ, ഗുരുക്കന്മാരെ, കൂട്ടുകാരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, കാലം മാറിപ്പോകും, തലമുറകൾ കടന്നു പോകും. എന്നാൽ ചില ജീവിതങ്ങൾ കാലത്തിന്റെ പ്രവാഹത്തെ മറികടന്ന് ദൈവത്തിന്റെ സാന്നിധ്യമായി നിലനിൽക്കും. അത്തരത്തിൽ മലങ്കര സുറിയാനി സഭയുടെ ആത്മീയ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു നാമമാണ് ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ്, നമ്മുടെ പെരുമ്പള്ളി തിരുമേനി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6:8 പറയും പ്രകാരം, ദൈവവിളിയോട് മറുപടി പറഞ്ഞ ആത്മാവ് ലൗകികതയുടെ പ്രകാശം ആകർഷിക്കുന്ന പ്രായത്തിൽ തന്നെ ലോകത്തിന്റെ ശബ്ദങ്ങൾക്ക് നേരെ തന്റെ കാതുകൾ കൊട്ടിയടച്ച് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിച്ച്, കർത്താവെ നീ വിളിക്കുന്നുവെങ്കിൽ ഇതാ ഞാൻ എന്ന് മറുപടി പറഞ്ഞ ആത്മാവാണ് തിരുമേനി. പൗരോഹിത്യം അദ്ദേഹത്തിന് ഒരു ബഹുമതി മാത്രമായിരുന്നില്ല, സ്വയം ഒരുകി മറ്റുള്ളവർക്ക് വെളിച്ചമേകുന്ന ഒരു വിളക്കായിരുന്നു. തിരുമേനിയുടെ ജീവിതത്തിന്റെ ശ്വാസമായിരുന്നു പ്രാർത്ഥന. നിശബ്ദതയും കണ്ണുനീരും കൂടിച്ചേർന്ന ആത്മീയ സംഭാഷണങ്ങളായിരുന്നു അവിടുത്തെ പ്രാർത്ഥനകൾ. വാക്കുകൾ അവസാനിക്കുന്നിടത്ത് തിരുമേനിയുടെ ആത്മാവ് ദൈവത്തോട് സംസാരിച്ചു. റോമർ 12:15 പറയും പോലെ, നിങ്ങൾ കരയുന്നവരോട് കൂടി കരയുവിൻ എന്ന തിരുവചനം തിരുമേനി ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അത് അനുസരിക്കുകയും ചെയ്തു. വിശുദ്ധത എന്നാൽ അത്ഭുതങ്ങൾ കാണിക്കുന്നതല്ല, ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ ശ്വസിക്കുന്നതാണ് എന്ന് തന്റെ ജീവിതം കൊണ്ട് തിരുമേനി നമ്മെ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഒരു പഴയ തകരപ്പെട്ടിയും 1 രൂപ നാണയവും ഒരേ ഒരു കുപ്പായവുമായി തികച്ചും അപരിചിതമായ ഒരിടത്ത് വന്നിറങ്ങിയ തിരുമേനി പിന്നീട് ആ നാടിനാൽ തന്നെ പ്രസിദ്ധനായി തീർന്ന് അവിടുത്തെ സർവോന്മുഖ വികസനത്തിന് തൻ്റെ അധ്വാനവും കണ്ണുനീരും സദാ ചൊരിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഭൗതികമായി വിടവാങ്ങിയാലും, പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ വിയർപ്പുമണികളും കണ്ണുനീരും എന്ന് നമ്മെ താങ്ങി നിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിശബ്ദമായ വിശുദ്ധതയാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വന്യപിതാവിന്റെ അജഞ്ചലമായ വിശ്വാസ ജീവിതത്തിന്റെയും സഭയോടുള്ള ആത്മാർത്ഥമായ കരുതലിന്റെയും തീരുമാനങ്ങളിലുള്ള സത്യസന്ധതയുടെയും ആകെ തുകയാണ് അദ്ദേഹത്തെ ഇടിമക്കളിൽ ഒരുവൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമായത്. കൂടുതൽ പ്രാർത്ഥിക്കാനായി, കൂടുതൽ സ്നേഹിക്കാനായി, കൂടുതൽ ക്ഷമിക്കാനായി, കൂടുതൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കാനായി തിരുമേനിയുടെ പ്രാർത്ഥനകൾ എന്നും നമുക്ക് സഹായമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, സദൃശവാക്യങ്ങൾ 10:7 പറയും പോലെ, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹത്തിനായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ജയ് ക്രൈസ്റ്റ്. സർവീശ്വരവചനം പ്രരനായി തീരാൻ ൂക്കുദിശ ഭൂവിൽ തിരഞ്ഞെടുത്ത കന്യക മറിയാമേ, ചിന്മയനോടെ ജനനീ കൃപകൾ നിറഞ്ഞവളേ, അൻപോടു പ്രാർത്ഥിക്കാം അമ്മേ ഭാഗ്യവതി, അമ്മേ ഭാഗ്യവതി. ധരണിതലയുടയോ ഗതമാമത്ഭുത കോവണിയാ, വേദിയിലില്ലാപ്പോവനിൻ ദൃഷ്ടാന്തം മുൻകണ്ടു, നരകുലരക്ഷയ്ക്കാ ദേവസുതൻ വെളിവായി മഹിതം വാചനമേ
ശോശാനിബി മുൻ കുറി കണ്ടു. കന്യാവ്രതമൂത്ര കഴിവെണ്ണി ദൈവ സുതനോട് പേറ്റമ്മേ അമ്മേ ഭാഗ്യവതി അമ്മേ ഭാഗ്യവതി. ദർശന